പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചേർത്തു. ഇതിനുള്ള തെളിവുകളുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. 120B വകുപ്പ് കൂടിയാണ് ഇതോടുകൂടി ചേർക്കപ്പെട്ടത്. ഈ വകുപ്പ് ചുമത്താത്തതിൽ നേരത്തെ വലിയ വിമർശനം അന്വേഷണ സംഘത്തിന് നേരെ ഉയർന്നിരുന്നു. മർദ്ദനം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ, റാഗിംഗ് തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. ഇതിനൊപ്പം ഗൂഢാലോചന കൂടി ചേർക്കണമെന്നതായിരുന്നു ഉയർന്നിരുന്ന ആവശ്യം. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമായെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ശേഷം നടന്ന മർദ്ദനത്തിനും വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രതികൾക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ പോരായെന്നും ആരോപിച്ചിരുന്നു. അതേസമയം പ്രതികളുമായി ഇന്നും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. രഹാൻ ബിനോയ്, ആകാശ് എന്നിവരുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. ക്യാമ്പസിലെ കുന്നിൻ മുകളിലായിരുന്നു തെളിവെടുപ്പ്. ഇവിടെ വെച്ചാണ് സിദ്ധാർത്ഥ് ആദ്യമായി മർദ്ദിക്കപ്പെട്ടത്. അതേസമയം വെറ്റിനറി ക്യാമ്പസിനെ തകർക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തിനെതിരെ CPIM കോളേജിന് മുന്നിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ മാർച്ച് 10 വരെ കോളേജ് അടച്ചതായി അക്കാദമിക് ഡയറക്ടർ അറിയിച്ചു. അമൃത ന്യൂസ്, വയനാട്.